മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ പുതിയൊരു രൂപത്തിൽ പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്ന എപ്പിസോഡാണ് ഇത്. എന്തായാലും പ്രതാപൻ്റെ പ്രതികാരം ഒന്നും നടക്കാൻ പോണില്ല. ഈ പ്രാവശ്യവും തിരിച്ചടി കിട്ടാൻ പോകുന്നത് പ്രതാപന് തന്നെയായിരിക്കും. എന്തായാലും മഹാലക്ഷ്മിക്കും കണ്ണനും രക്ഷയായിട്ട് ആ ഒരു ദിവ്യയായ അമ്മയും അതുപോലെ മാർക്കോയും ഉള്ളതുകൊണ്ട് തന്നെ പ്രതാപൻ്റെയോ വാമദേവൻ്റെയോ ഒരഭ്യാസവും നടക്കൂല. എന്ത് പ്ലാൻ ചെയ്താലും അതെല്ലാം ആ ദിവ്യയായ അമ്മയും മാർക്കോയും ചേർന്ന് പൊളിച്ചെടുക്കുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ കരുണയെ മഹാലക്ഷ്മി വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിക്കാമെന്നും പറഞ്ഞ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടെങ്കിലും അവർക്ക് മഹാലക്ഷ്മിയെ എതിർക്കാനോ അതുപോലെ കണ്ണനെ എതിർക്കാനോ ഉള്ള കഴിവില്ലാത്തതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയെയും കണ്ണനെയും ഇല്ലാണ്ടാക്കണം എന്നുള്ള ആ ഒരു തീരുമാനമാണ് എടുക്കുന്നത്. അങ്ങനെ പ്രതാപനാണെങ്കിൽ വാമദേവനെ കാണാൻ വരുവാണ്. വാമദേവനോട് പറയുന്നുണ്ട്, കണ്ണൻ്റെ അച്ഛനെ ഞാൻ കൊന്നതിൻ്റെ പേരിൽ ആ കണ്ണനും മഹാലക്ഷ്മിയും എന്നെ ജയിലിൽ കയറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അവരതല്ല ചെയ്യണേ. എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുക. എനിക്ക് അവളുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല വാമേട്ട. ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അതിന് നിൻ്റെ മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെടാമെന്ന് പറയുന്നത് വീട്ടുജോലിയല്ലേ ചെയ്യണുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അത് അവൾക്കും നല്ലതല്ലേ, എന്തായാലും അവൾ ആ പണിയൊക്കെ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ രാജകുമാരിയെ പോലെ ജീവിച്ചത് എൻ്റെ മോള്, എന്നിട്ട് അവിടുത്തെ സർവ്വ പണിയും അവളെയും കൊണ്ടാണ് ചെയ്യിപ്പിക്കണേ. അതുമാത്രമല്ല ഇത്രയും ദിവസം ദുർഗയെ പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന മഹാലക്ഷ്മി ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആരും ചെയ്യാതെ കരുണ തന്നെ ചെയ്യണം എന്നുള്ള വാശിയിലാണ് മഹാലക്ഷ്മി നിൽക്കണം. ഇനി അവരെ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം ഈ വാമദേവൻ പറയുന്നുണ്ട്, എടാ പ്രതാപ, നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. നീ എന്ത് പ്ലാൻ ചെയ്താലും അതെല്ലാം നമുക്ക് തന്നെ ദോഷമായിട്ട് വരുമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എന്ത് ദോഷമായിട്ട് വന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും അവരെന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും ജയിലിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ ഈ ശിക്ഷയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ അനുഭവിച്ചോളാം. എന്തായാലും ഇനി കണ്ണനെയും മഹാലക്ഷ്മിയും ജീവനോടെ വരുന്ന പ്രശ്നമില്ല എന്ന് അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ ആസൂത്രണം ചെയ്തിട്ട് വാമേട്ടനോട് പറയാം. എന്തായാലും ഞാൻ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ കൂടെ വാമേട്ടനും ഉണ്ടാവും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇപ്പോൾ വാമേട്ടനെ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ വാമേട്ടനെ കൊട്ടേഷൻ തന്നേന്നുള്ള സത്യം കണ്ണനോ മഹാലക്ഷ്മിയോ ദുർഗയോ ഉണ്ണിയോ ഒന്നും അറിഞ്ഞിട്ടില്ല. അവർ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വാമേട്ടൻ്റെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണം. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, എടാ പ്രതാപ, എന്തൊക്കെ സംഭവിച്ചാലും ഇതിൻ്റെ പിന്നിൽ ഞാനാന്നുള്ള സത്യം നീ ആരോടും പറയരുത് കേട്ടോടാന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഇനിയും അവിടെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സത്യങ്ങൾ ഞാൻ എല്ലാവരെയും അറിയിക്കും. ഇല്ലെങ്കിൽ വാമേട്ടൻ തന്നെ അതിനൊരു പ്രതിവിധി കണ്ടെത്തണം. അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് പ്രതിവിധി കണ്ടെത്താനാന്ന് ചോദിക്കുമ്പം എങ്ങനെയെങ്കിലും കണ്ണനെയും മഹാലക്ഷ്മിയെയും പറഞ്ഞ് അനുനയിപ്പിച്ച് കരുണമോളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം. ഇനിയിപ്പോൾ അവിടെ ജോലി ചെയ്യാൻ ആളില്ലാഞ്ഞിട്ടാണെങ്കിൽ അവിടെ ശമ്പളത്തിൽ ഒരാളെ നിർത്തി കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എനിക്ക് അതിനൊന്നും കുഴപ്പമില്ല. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് ഈ വാമദേവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രതാപൻ കാറി കയറി പോകുന്നുണ്ട്. ആ സമയത്ത് വാമദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഏത് നേരത്താണാവോ ഈ കരുണേനെയും ലക്ഷ്മീനെയും ഉണ്ണീനെയും കൊണ്ടും കണ്ണനെയും കൊണ്ടും വിവാഹം കഴിപ്പിക്കാൻ എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി അടുക്കളയിലേക്ക് വരാണ്. അടുക്കളയിൽ അന്നേരം കരുണ ഓരോരോ ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എല്ലാം റെഡി ആയില്ലേ കരുണയെന്ന് ചോദിക്കുമ്പം ഇല്ല ലക്ഷ്മി, ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ആ നേരത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇന്നലെ തന്നെ ഞാൻ നിനക്ക് ലിസ്റ്റ് തന്നതല്ലേ, രാവിലെ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി എല്ലാം റെഡിയാക്കണമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താ നീ ഇതൊന്നും റെഡിയാക്കാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം അത് ലക്ഷ്മി, ഞാൻ എഴുന്നേക്കാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ടാന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നീ വൈകിപ്പോയാൽ, നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ രാവിലെ നേരത്തെ എണീക്കണമെന്ന്. അതെങ്ങനെയാണ്, പെൺകുട്ടികളായ കുറച്ച് അനുസരണയിലൊക്കെ വളരണം. അവിടെ ഞാനും എൻ്റെ അമ്മയും രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിൻ്റെ മുത്തശ്ശിയുടെയും നിൻ്റെ അച്ഛൻ്റെ ഇഷ്ടത്തിനെല്ലാം ഉണ്ടാക്കുമ്പം നിനക്ക് അതിനൊരു വിലയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് ഞങ്ങളെ നീ മാക്സിമം കഷ്ടപ്പെടുത്തിയിട്ടില്ലേ. ഇപ്പം എന്താ നിനക്ക് എഴുന്നേക്കാനൊക്കെ മടി? ഇന്ന് സംഭവിച്ചത് സംഭവിച്ചു. ഇനി മേലാൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ കാണാൻ പോണേ ഉള്ളൂ എന്ന് ഈ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇനി ഞാൻ ആവർത്തിക്കില്ല ലക്ഷ്മി, എന്തായാലും ഈ പ്രാവശ്യത്തേക്ക് എനിക്ക് തെറ്റ് പറ്റിപ്പോയിന്ന്. പിന്നീട് കാണിക്കുന്നത് വാമദേവനെയും സീമന്തിനിനെയാണ്. വാമദേവൻ സീമന്തിനിയോട് പറയുന്നുണ്ട്, സീമന്തിനി കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവാന്നാ തോന്നണേന്ന് പറയുമ്പം ഇപ്പം എന്താ സംഭവിച്ചോ വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ആ മഹാലക്ഷ്മിയും കണ്ണനും പ്രതാപനോടുള്ള പ്രതികാരം തീർക്കുന്നത് കരുണയിലൂടെ. ആ കരുണയും കൊണ്ട് ആ വീട്ടിലെ സർവ്വ ജോലി മഹാലക്ഷ്മി ചെയ്യിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അന്നേരം സീമന്തിനി പറയുന്നുണ്ട്, അല്ലെങ്കിലും ആ കരുണ ഇത്തിരി അഹങ്കാരിയാണ്, അവൾ കുറച്ച് പണിയെടുക്കണം നല്ലതാണെന്ന് പറയുമ്പം അതല്ലടി സീമന്തിനി പ്രശ്നം. ഇനിയിപ്പോൾ മോള് കഷ്ടപ്പെടണം കാണുമ്പം അത് പ്രതാപന് സഹിക്കുമോ? അപ്പോൾ പ്രതാപൻ സത്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എൻ്റെ അവസ്ഥയും പരിതാപകരമാവും. ഇപ്പം തന്നെ കണ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ജീവിക്കണേ. ജോലി ഇല്ലയെന്നുള്ളൂ. മാസം അവൻ കൃത്യമായിട്ട് എൻ്റെ മേഹൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നുണ്ട്. അതും കൂടെ നിലച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്താവും. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരാളാണ്. ആവശ്യമില്ലാതെ ആ വിശ്വനാഥനെ കൊല്ലേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ സാഹചര്യം അതായിരുന്നടി, അന്ന് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞിങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് വാമദേവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും വാമദേവൻ കരുണയാന്ന് കണ്ടിട്ട് ഈ പിശാച് എന്തിനാ എന്നെ വീണ്ടും വിളിക്കണേന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സ്നേഹത്തോടുകൂടി എന്താ മോളേന്ന് ചോദിക്കുമ്പം അമ്മാവ എനിക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്ത് തീരുമാനമാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ടു, എനിക്ക് വയ്യ ഇവിടുത്തെ പണി മൊത്തം ചെയ്യാൻ, ഞാൻ പണിയെടുക്കാതിരുന്നാൽ അവർ സമ്മതിക്കുകയോ ഇല്ല, എന്തായാലും അമ്മാവനായിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അമ്മാവൻ തന്നെ എനിക്കൊരു പരിഹാരം കണ്ടെത്തി തരണം, ഇല്ലെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ ഉണ്ണിയേട്ടനോടും അമ്മേനോടും ഒക്കെ പറയും. പിന്നെ അമ്മാവൻ്റെ അവസ്ഥ എന്താണെന്ന് പറയണ്ടല്ലോ, ഇപ്പോൾ കണ്ണേട്ടന് എൻ്റെ അച്ഛൻ കൊന്നു എന്ന് മാത്രമേ അറിയുള്ളൂ, കൊല്ലിച്ചത് ആരാന്ന് ഇതുവരെ അറിയില്ല. എൻ്റെ പൊന്നു മോളെ നീ ചതിക്കല്ലേടി, എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, നോക്കിയാൽ പോരാ, എനിക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ പറ്റില്ല, ഇതിനൊരു പരിഹാരം അമ്മാവൻ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നും പറഞ്ഞ് കരുണ ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് സീമന്തിന് ചോദിക്കുന്നുണ്ട്, അവളെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അവിടെ കിടന്ന് പണിയെടുക്കാൻ പറ്റില്ല, അതിന് ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം എന്നാണ് പറയണത്. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ സീമന്തിനി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ എല്ലാം ചെയ്ത് കൂട്ടിയത്, അപ്പം നിങ്ങൾ തന്നെ അനുഭവിക്കുന്നു പറഞ്ഞ് സീമന്തിന് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്തായിടാ പ്രതാപ, ആ ലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാര്യത്തിൽ നീ എന്തെങ്കിലും തീരുമാനം എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും എനിക്ക് നേരിട്ട് അവരൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ പ്രതാപ ശരിയാവണേ, നമ്മളുടെ കുഞ്ഞ് അവിടെ കിടന്ന് കണ്ണീര് കുടിച്ചോട്ടെ എന്നാണ് നീ പറയണേന്ന് ചോദിക്കുമ്പം അതല്ല അമ്മേ, നമുക്ക് രഹസ്യമായിട്ട് വേണം അവരെ എന്തെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ ആ മാർക്കോ ഉണ്ടല്ലോ, മാർക്കോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ അമ്മേനെ അവൻ ജീവനോടെ വെച്ചേക്കില്ല. ഇന്നാൾ തന്നെ അമ്മയൊന്നും ചെയ്യാതിരുന്നത് പ്രായമായ സ്ത്രീയാണല്ലോ എന്നുള്ള പരിഗണനയിൽ, ഇനിയും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ പ്രായമായി എന്നൊന്നും നോക്കൂല, അമ്മേനെയും തല്ലി പരുവാക്കുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാടാ, എന്തായാലും ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം ആ കണ്ണനെ മഹാലക്ഷ്മിയെ ഇല്ലാണ്ടാക്കാൻ. അതുമാത്രമല്ല അവൻ പറഞ്ഞതുപോലെ കണ്ണൻ നടന്നു തുടങ്ങിയെന്നും അറിയണം, അതിന് നീ വേഷം മാറിയിട്ടാണെങ്കിലും അവരുടെ പിന്നാലെ കൂടിക്കുമെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഞാനും അങ്ങനെയൊക്കെ അമ്മയെ പ്ലാൻ ചെയ്തേക്കണേ, എന്തായാലും വാമേട്ടനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും എൻ്റെ മോളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനാണ് ലക്ഷ്മിയുടെ തീരുമാനമെങ്കിൽ ഞാൻ ലക്ഷ്മീനെയും കണ്ണനെയും ഇല്ലാണ്ടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, എന്തായാലും വാമേട്ടൻ ആ മഹാലക്ഷ്മിയെ വിളിച്ചൊന്ന് സംസാരിക്കുന്നു. അങ്ങനെ വാമദേവൻ ഫോണെടുത്ത് മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് കരുണയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാമദേവൻ്റെ ഫോൺ വരുന്നത്. ഫോൺ വന്നതും അമ്മാവനാണല്ലോ കണ്ണേട്ട വിളിക്കണേന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, താൻ ആ ഫോൺ എടുത്ത് നോക്കുക, എന്തായാലും ഇനി ബ്ലാക്ക് മെയിലിംഗ് ഒന്നും ആയിരിക്കില്ല എന്ന് പറയുമ്പം മഹാലക്ഷ്മി ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തതും എന്താ അമ്മാവാന്ന് ചോദിക്കുമ്പോൾ അത് മോളെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്, എനിക്ക് മോളെ ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പം അതിനെന്താ അമ്മാവൻ ഇങ്ങോട്ട് വാ നമുക്ക് കാണാമല്ലോ എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാമെന്നും പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കണ്ണനോട് പറയുന്നുണ്ട്, അമ്മാവനക്ക് എന്നെ ഒന്ന് കാണണം എന്നാണ് പറഞ്ഞതെന്ന്, എന്തായാലും താൻ പോയി കണ്ടിട്ട് വാ, എന്താ പറയണേന്ന് അറിയാലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനാണെങ്കിൽ മഹാലക്ഷ്മിയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് മഹാലക്ഷ്മി കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് വാമദേവൻ അടുത്തേക്ക് എന്നതും എന്താ നിങ്ങൾ എന്നെ കാണണം എന്ന് പറഞ്ഞാൽ എന്തിനാ, ഇനിയും പൈസ ചോദിക്കാനാണെന്ന് പറയുമ്പം ഇല്ല മോളെ, അന്നേരം എനിക്കൊരു അബദ്ധം പറ്റിയതാ, മോള് വേറൊരു കാര്യം ചെയ്യണം, എന്തായാലും ഇനി ആ കരുണയെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തരുതെന്ന് പറയുമ്പം അതിന് അമ്മാവനൊക്കെ എന്താ പ്രശ്നം, കരുണ അമ്മാവൻ്റെ മോളൊന്നും അല്ലല്ലോ, കരുണ പണിയെടുക്കണേന് അമ്മാവനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അതല്ല മോളെ, പ്രതാപനാണെങ്കിൽ ആകെ ദേഷ്യത്തില്ല, കരുണ അവിടെ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെടുകയെന്നും പറഞ്ഞ് കരുണയുടെ സങ്കടം കാണാൻ അയാൾക്ക് പറ്റില്ല, അതിന് വേണ്ടിയിട്ടല്ലേ കരുണയെ കമലേശ്വരത്തേക്ക് വിവാഹം കഴിച്ച് അയച്ചപ്പം കരുണേനെ സഹായിക്കാൻ വേണ്ടി നിന്നെയും കണ്ണന് വിവാഹം കഴിച്ചു കൊടുത്തത്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ, അല്ലാതെ എനിക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല എൻ്റെ രണ്ടാനച്ഛൻ എന്നെ കണ്ണേട്ടന് വിവാഹം കഴിച്ചു കൊടുത്തത്, കണ്ണേട്ടൻ വീൽ ചെയറിലായതുകൊണ്ട് കരുണയ്ക്കൊരു വേലക്കാരി ആവാൻ വേണ്ടി തന്നെ എന്നെ ഇങ്ങോട്ട് വിട്ടേന്ന് എനിക്കറിയാം. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, കരുണ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പ്രതാപനല്ലേ തെറ്റ് ചെയ്ത്, അതിന് നിങ്ങൾ കരുണയെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കണേ എന്തിനാ, ഇനി നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ കേസ് കൊടുത്ത് പ്രതാപനെ ജയിലിലേക്ക് വിട്ടോ, എന്നാലും പ്രതാപന് പ്രശ്നമില്ല, സ്വന്തം മോക്കടെ കണ്ണീര് കാണാൻ അയാൾക്ക് പറ്റില്ല എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെന്തുകൊണ്ട് പറ്റില്ല, എൻ്റെ കണ്ണീര് ഒരുപാട് കണ്ടേക്കണേയല്ലേ, എന്നെ എത്രയധികം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോൾ സ്വന്തം മോൾക്ക് ആ ഒരു അവസ്ഥ വന്നപ്പം അവളുടെ അച്ഛന് സഹിക്കാൻ പറ്റണില്ല അല്ലേ,
ഇത് അയാൾക്ക് കണ്ണേട്ടം കൊടുക്കണ ശിക്ഷ. അയാൾക്ക് എന്ത് സംഭവിച്ചാലും അയാൾക്ക് പ്രശ്നമൊന്നുമല്ല. കരുണയ്ക്ക് നൊന്താലേ അയാൾക്ക് വിഷമം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കണ്ണേട്ടൻ ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചേക്കണേ. ഇനി അതിന് വക്കാലത്ത് പിടിച്ചുകൊണ്ട് അമ്മാവൻ വരുമൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സംശയവും കൂടി ഉണ്ട്. അമ്മാവൻ ഇതെല്ലാം മറച്ചു വയ്ക്കാൻ കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കൊലപാതകത്തിൽ അമ്മാവനും പങ്കുണ്ടോയെന്ന് കണ്ണേട്ടനും എനിക്കൊക്കെ ചെറിയ സംശയം ഉണ്ടെന്ന്. അത് കേട്ടതും വാമദേവനാണെങ്കിൽ ഇങ്ങനെ ആകെ ഭയന്ന് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ലക്ഷ്മി, നീ എന്തൊക്കെയാണ് പറയണേ? ഞാൻ അങ്ങനെ വിശ്വനാഥനെ കൊല്ലാനൊക്കെ കൂട്ടു നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ അമ്മാവന് ബന്ധവും സ്വന്തമൊന്നും വലിയ വിലയുള്ള കൂട്ടത്തിലല്ലാന്ന് എനിക്കറിയാം. പൈസയ്ക്ക് വേണ്ടി അമ്മാവൻ ആരെയും കൊല്ലാൻ കൂട്ടിയേക്കും. അതുകൊണ്ട് അമ്മാവൻ അങ്ങനത്തെ കാര്യമൊന്നും എന്നോട് പറയണ്ട. എന്തായാലും ഇനി കരുണയുടെ വക്കാലത്തുമായിട്ട് അമ്മാവൻ എൻ്റെ അടുത്തേക്ക് വരുമോ വേണ്ട. ഇത് കണ്ണേട്ടൻ്റെ തീരുമാനമാണ്. കണ്ണേട്ടൻ തീരുമാനിക്കണ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഈ അമ്മാവനൊക്കെ എന്താ ഇവരുടെ കാര്യത്തിൽ ഇത്രയും ഇൻട്രസ്റ്റ്? സ്വന്തം പെങ്ങളുടെ ഭർത്താവല്ലേ മരിച്ചത്, എന്നിട്ട് അതിന് വിഷമമില്ല. കരുണേനെയും പ്രതാപനെയും രക്ഷിക്കാനാണല്ലോ നോക്കണേ. ഇനി താൻ പറഞ്ഞതുപോലെ അമ്മാവനായിരിക്കും ഈ പ്രതാപനെയും കൊണ്ട് എൻ്റെ അച്ഛനെ കൊല്ലിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. എന്തായാലും സത്യങ്ങൾ അധിക കാലമൊന്നും മൂടി വയ്ക്കാൻ പറ്റില്ല. അധികം വൈകാതെ തന്നെ അതും നമ്മൾ അറിയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, ഞാനിന്ന് പുതിയൊരു ദൗത്യവുമായിട്ട് ഇറങ്ങാം. കണ്ണൻ നടന്നിട്ടുണ്ടോ എന്ന് പറയണം. അതുപോലെ തന്നെ ആ മഹാലക്ഷ്മിയെയും കണ്ണനെയും ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടുകയും ചെയ്യണം. എന്നാലേ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് വേണം പ്രതാപ, ഇനിയും എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് കാണാൻ എനിക്ക് പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് ഒരു കാറ് വരുന്നുണ്ട്. അത് പ്രതാപൻ്റെ കാറാണ്. അതിനകത്തൊരു ആള് സന്യാസിയുടെ വേഷമൊക്കെ ധരിച്ച് മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാളാണ് ഇരിക്കുന്നത്. അങ്ങനെ കാറ് ഓടിച്ചുകൊണ്ട് വന്നിട്ട് ആ കാർ ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ഈ സന്യാസി വേഷം ധരിച്ച ആൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങ് നടന്നു വരുന്നുണ്ട്. അയാളുടെ മുഖം ആദ്യമൊന്നും വ്യക്തമാക്കണില്ല. അയാൾ നടന്നു വരുന്നതൊക്കെ കാണിക്കണുള്ളൂ. പിന്നീട് അയാളുടെ മുഖം വ്യക്തമാക്കുമ്പം അത് വേറെ ആരുമല്ല, പ്രതാപനാണ്. പക്ഷെ പെട്ടെന്നൊന്നും കാണുന്നവർക്ക് മനസ്സിലാവില്ലാത്ത രീതിയിൽ മുഖത്തിൻ്റെയൊക്കെ രൂപമൊക്കെ മാറ്റി താടിയൊക്കെ വളർത്തി ഒരു സന്യാസി രൂപത്തിലാണ് ഈ പ്രതാപം വരുന്നത്. പ്രതാപൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, കണ്ണനെയും മഹാലക്ഷ്മിയെയും കാണാനായിട്ടാണ് പ്രതാപം വരുന്നത്. അങ്ങനെ പ്രതാപൻ ഗേറ്റ് തുറന്ന് കമലേശ്വരത്തേക്ക് കയറി വരുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.